ഹലോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുന്നത്. ഈ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ നല്ലോണം പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മിക്ക സമയത്തും എണീക്കുന്നത് ഉച്ചയ്ക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വ്ലോഗ്സ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും. ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു വ്ലോഗും അതേപോലെ തന്നെ എൻ്റെ പഴയ ഒരു വ്ലോഗിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ ടൈമും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതും കൊടുത്താൽ കുറച്ചും കൂടെ രസമുണ്ടാവുന്നു. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗിൽ അങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു വ്ളോഗിന് ശേഷം എന്തായാലും ഞാൻ കുറച്ചെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഷോർട്സുകൾ മിക്ക സമയത്തും ഞാൻ ഇടാറുണ്ട്. ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി മാങ്ങ സീസൺ കഴിയാൻ പോകുമ്പോൾ ഭയങ്കര ഇതാണ്. കാരണം ഇനി അടുത്ത സീസൺ ആയിട്ടല്ലേ മാങ്ങയൊക്കെ കിട്ടുള്ളൂ. ഉപ്പും മുളകും തേച്ചിട്ടും പഴുത്ത മാങ്ങയും ശരിക്കും മിസ് ചെയ്യും. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഈ കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്യാണ്ട് വെച്ച ബുക്സിൻ്റെ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റാണിത്. എന്തായാലും ഞാനിതൊരു ഷോർട്സ് ആക്കി ഇടാം. ഈ ഒരു വർക്ക് അത്യാവശ്യം 2 ദിവസം എടുത്തിട്ടുണ്ട് ചെയ്യാൻ. എൻ്റെ ലൈഫിൽ എനിക്ക് പണ്ടും ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്ക് ചെയ്യാൻ. എന്തായാലും ഞാൻ വെക്കുന്ന ഫുഡൊക്കെ ഇവിടെ എല്ലാവരും നല്ലോണം ആസ്വദിച്ചാണ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സോയാബീൻ കറിയാണ്. കറി അല്ലെങ്കിൽ ഫ്രൈ. ഈ ഒരു കറിയില്ലേ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇനിയിപ്പം വേറെ വല്ല വെജിറ്റബിൾസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഇത് ഫുള്ള് നല്ലോണം മിക്സ്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. അത് തിളച്ചതിന് ശേഷം സോയാ ചങ്ക്സിനെ ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടുക, വേണമെങ്കിൽ വറവിടുക. എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് തിളച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. എന്താ സിമ്പിളല്ലേ? പിന്നെ നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങളൊരു കോളേജിലേക്ക് പോകുന്നൊരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ കറക്റ്റ് പ്ലേസ്. ഞാൻ ഇന്ന് ശരിക്കും പറയണമെന്ന് വിചാരിച്ചത് ഈ വ്ളോഗിലെ കാര്യങ്ങളല്ലായിരുന്നു. പുറത്തുള്ള എന്തിനെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞ് വരാണമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനല്ലേ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നത് എന്ന്. ഇപ്പം ഇതാ വോയിസ് എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വോയിസ് അവിടെയും കുക്കിംഗ് ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം ഐ തോട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോളേജിലേക്ക് ഫസ്റ്റ് ഇയറിൽ കയറാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് തിങ് ഒരിക്കലും ഫ്രണ്ടിനെ കണ്ട പടത്തിനെ കൊണ്ട് സെറ്റാക്കി എടുക്കരുത്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതായിരിക്കും ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഏത് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇമ്പളി തോളിൽ കൈയിട്ട് നടന്ന് ഇമ്പളെ വലിയ കാര്യത്തിൽ കൊണ്ട് നടന്ന ആൾക്കാർ ബാക്കിൽ നിന്ന് ഇമ്പളെ കുത്തുന്നത് ഇമ്പള് കാണേണ്ടി വരും. അങ്ങനെ വെച്ചാൽ വി ആർ സറൗണ്ടഡ് ബൈ സ്നേക്സ്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇനിയിപ്പം കണ്ടു തന്നെ പഠിക്കേണ്ടി വരും. അപ്പം ബൈ ദ ബൈ അത് വിട്. ഞാൻ റൂമൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും അതന്നെ ചെയ്യാം. പിന്നെ എനിക്കിന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഈ കൊറിയറിൻ്റെ അകത്തുള്ള സാധനം അടുത്ത വീഡിയോയിലേക്കുള്ളതാണ്. ഈ വലിയ ആകാംക്ഷയിൽ പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതിപ്പോൾ തുറന്നാലും നിങ്ങൾ കാണാൻ പോകുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പറയാം. ഈ +2 വരെ പഠിക്കുന്ന സമയത്ത് ഈ 75 അറ്റൻഡൻസ് എന്നൊന്നും പറയുന്ന കാര്യങ്ങൾ വലുതായിരിക്കില്ല. ബട്ട് കോളേജിൽ ചെന്നാൽ ഈ 75 അറ്റൻഡൻസ് ആയിരിക്കും ഈ ലൈഫിനെക്കാട്ടിലും ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും വലുത്. എക്സാംസ് അത് ഇത് ഒക്കെ പക്ഷേ ഈ 75 അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാനും അത് കഴിഞ്ഞ് പിന്നെ സപ്ലൈ ചെയ്താനും പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ മുന്നിൽ എന്തിനാ അറിയത്തിരുന്നത്? പിന്നീട് ഇതന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും കാലം നമ്മൾ ചിലപ്പോൾ ഓരോ സേഫ് സോണിലൊക്കെ ആയിരിക്കും. ഈ LKG തൊട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ 3 ഇയർ ആയിട്ട് പരിചയമുള്ള ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ. മേ ബി ഈ കോളേജിൽ ചെല്ലുന്ന സമയത്ത് ഒരൊറ്റ ആൾ പോലും അറിയുന്നതുണ്ടാവില്ല. ആ സമയത്ത് 3G ഒന്നും വിചാരിക്കണ്ട, ഇറ്റ്സ് കറക്റ്റ്, യു ആർ 3G. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, അങ്ങനത്തെ ആൾക്കാരും ചിലപ്പം ബാക്കിൽ നിന്ന് സ്നീക്കായ കഥയും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഫ്രണ്ട്സിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫസ്റ്റിലേ ചെന്നിട്ട് ഒരിക്കലും ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കരുത്. നമ്മൾ ഒരു വലിയൊരു ഗ്യാങ്ങിലേക്ക് ചെന്നാലും ലാസ്റ്റ് ആ ഗ്യാങ് ഒക്കെ വിട്ടിട്ട് ഒരൊറ്റ ആളായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക. അത് വിട്, പറഞ്ഞ് എവിടെയോ എത്തി. അപ്പം ഞങ്ങളൊന്ന് ബീച്ചിലൊന്ന് പോയി. എൻ്റെ അവിടുത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരെ കാണുക, നോക്കിക്കുക, അവരെ ക്യാപ്ചർ ചെയ്യുക. എന്നാലാണല്ലോ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു മെയിൻ ഹോബി ഇപ്പോഴത്തെ എന്താ അറിയോ, ഓരോ വീഡിയോസ് കണ്ടെത്തുക, അതേമാതിരി തന്നെ എൻ്റെ രീതിയിൽ ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് അത് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി, ഓൺ കണ്ടൻറ്റുമായി, വീഡിയോ ആണെങ്കിൽ ഇടാനും ആവും. ഈ മഴ സീസണൊക്കെ തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ബീച്ചിലേക്ക് പോയിട്ട് തന്നെ ഇല്ല. അമ്മയും കുറേ ആയി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതേനു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് എന്നിട്ടൊക്കെ വീട്ടിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. ഈ ദിവസം എൻ്റെ എങ്ങനെ ആയിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ലാമ്പിലേക്കുള്ള ലൈറ്റും വാങ്ങി. പിന്നെ വീട്ടിലെത്തി ഇത് ഇട്ട് നോക്കുക, ഇതിങ്ങനെ കത്തിച്ച് വെക്കുക, ബാക്കി പണി ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ചെയ്യുക, അതൊക്കെ ആയിരുന്നു. എല്ലാം സമാധാനമാണെങ്കിലും ഈ ഒരു മെസ്സ് ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ വേറെ ടേബിൾമേലേക്ക് മാറ്റിയതും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ ഇങ്ങനെ ഓരോ പെയിൻറ്റിങ് ചെയ്യാം, എന്നിട്ട് അത് പോകുക, എന്നിട്ട് അതേപോലെ പിന്നെ ഒരു നല്ലൊരു ഡ്രോയിങ് കാണുമ്പോൾ അത് വരയ്ക്കും. ഇതിൻ്റെ മുന്നേ കുറേ കാലം എൻ്റെ റൂമിൽ കുറേ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഈട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പോക്കി ഫുൾ വൈറ്റ് ആക്കി. ഇതിൽ ഒക്കത്തിൽ എന്നെ സഹായിക്കുന്ന എനിക്കൊരു ഉണ്ട്, അതാണ് എൻ്റെ അനിയത്തി. ഇത് പെയിൻ്റ് അടിച്ച് തരണം എന്ന് അറിയുമ്പോഴും അല്ല എന്ത് ചെയ്തു തരണം എന്നൊക്കെ പറയുമ്പോൾ വേഗം വന്ന് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഇത് പെയിൻറ്റിങ് ഒക്കെ അത്യാവശ്യം ഇത് ഫുള്ളാക്കിയതിന് ശേഷം ഫുൾ ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജേർണലിങ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കിടന്ന് ഈ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം സബ്സ്ക്രൈബ് ഇട്ടോ.